ഹൈ ഡിയേഴ്സ്, DIY നാച്ചുറലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കുന്നത്. മൊത്തം മുടി ഒരുമിച്ച് നരയ്ക്കാറില്ല, ഒന്നോ രണ്ടോ മുടി മാത്രം നെറ്റിയുടെ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് നരച്ച് വരാറുണ്ട്. ചിലരൊക്കെ തുടക്കത്തിൽ ആ മുടി പിഴുതുകളയും, അല്ലെങ്കിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നീലയമരിയോ ഹെന്നയോ പോലുള്ള പാക്കുകളൊക്കെ നമ്മൾ ഡൈ ആക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നരച്ച മുടി കറുപ്പിക്കാനും മുടി നല്ല ഉള്ളോടെ തന്നെ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് മുടി കറുപ്പിച്ചെടുക്കാൻ മാത്രമല്ല, മുടി നന്നായിട്ട് തന്നെ ഉള്ളോടെ വളർന്നു വരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി പൊട്ടിപ്പോകുന്നത് അടയാനും താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണിത്. ഇത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി പെട്ടെന്ന് നരയ്ക്കില്ല. അതുപോലെ തന്നെ നരച്ച മുടി കറുപ്പിച്ചെടുക്കാനായിട്ടും സഹായിക്കുന്ന ഒരു റെമഡിയാണിത്. ഇതിന് ഈ ഒരു റെമഡിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെമഡി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ റെമഡിക്കായിട്ട് ഞാനിവിടെ 3 നെല്ലിക്ക ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഇപ്പോൾ കരിഞ്ജീരകം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കറുത്ത എള്ളാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെല്ലിക്കയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കരിഞ്ജീരകം ആണെങ്കിലും മുടിക്ക് നന്നായിട്ട് തന്നെ കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ അകാരനരം പോലുള്ള പ്രശ്നങ്ങൾ മാറാനും മുടി നല്ല ഹെൽത്തിയോടെ വളരാനും സഹായിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ്. പനിക്കൂർക്കയുടെ ഇലയാണെന്നുണ്ടെങ്കിലും മുടി കൊഴിച്ചിന് മാറാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ വളരെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. പിന്നെ സൈനസിന്റെ പ്രശ്നം അതുപോലെ തന്നെ ജലദോഷം തുമ്മലൊക്കെ പ്രശ്നമുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നുകൂടിയാണ് കേട്ടോ പനിക്കൂർക്ക ഇല. ഇനി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു റെമഡിക്കായിട്ട് തയ്യാറാക്കി ആവശ്യമായിട്ടുള്ളത്. ഇനി ഈ 3 ഇൻഗ്രീഡിയൻസും ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല പോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നല്ലപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ചതയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാനായിട്ട് പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 250 ml വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരണം. ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഈ നെല്ലിക്കയുടെയും കരിഞ്ജീരകത്തിന്റെയും അതുപോലെ തന്നെ പനിക്കൂർക്കയിലയുടെയും ആ ഒരു സത്തുക്കളൊക്കെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി വന്നിട്ട് അതിന്റെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയി വരുന്നവരെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് ഏകദേശം ഒരു കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ നമുക്ക് ഒന്നുകൂടി ഇത് ചൂടാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പൊ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഈ എണ്ണയുടെ കളറൊക്കെ നന്നായിട്ട് തന്നെ നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയുടെ ആ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസിന്റെയും അതിന്റെ ആ ഒരു ശരിക്കും ഒരു നല്ലൊരു കാച്ചി എണ്ണയുടെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കിത് തണുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഉപയോഗിക്കേണ്ട രീതികളെ കുറിച്ചൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാറിയതിന് ശേഷം ഞാനിത് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഓയില് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറയാം. ഇത് നിങ്ങൾ ഡെയിലി ഈ ഓയില് തലയിൽ തേക്കുക. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂറിന് മുൻപായിട്ട് ഈ ഒരു എണ്ണ തലയിൽ തേച്ച് സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ അറ്റം വരെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറിന് ശേഷം സാധാരണ വെള്ളത്തിൽ മുടി വാഷ് ചെയ്യാം. ഇപ്പോൾ ഷാമ്പു യൂസ് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താളി യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി ഡെയിലി എണ്ണ തേക്കുന്ന ശീലം ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ഈ ഓയിൽ യൂസ് ചെയ്താലും മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജലദോഷമോ അല്ലെങ്കിൽ സൈനസിന്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഓയിൽ കൂടിയാണ് കേട്ടോ ഇത്.
കാരണം ഇത് നമ്മൾ പനിക്കൂർക്ക ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നം ഉള്ളവർക്കും ധൈര്യമായിട്ട് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാം. അങ്ങനെ പതിവായിട്ട് നിങ്ങൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ മുടി നന്നായിട്ട് തന്നെ കറുപ്പായിട്ട് കിട്ടും. അതുപോലെ തന്നെ മുടി നരയ്ക്കാതിരിക്കാനും ഫ്യൂച്ചറിൽ മുടി നരയ്ക്കാതിരിക്കാനും മുടി നന്നായിട്ട് തന്നെ ഹെൽത്തിയോടെ വളരാനും താരൻ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും പുതിയ മുടികളൊക്കെ ഉണ്ടായി വരാനും പിന്നെ നെറ്റിയുടെ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു നരയൊക്കെ ശരിക്കും നന്നായിട്ട് തന്നെ അത് മാറിക്കിട്ടാനായിട്ടും സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓയിൽ വീട്ടിൽ തയ്യാറാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കാം. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു റിസൾട്ട് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്